ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ദുബായിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കാണുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റിലായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഇതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ഈ ഏരിയയിലെ പല ബിൽഡിങ്ങുകളും ഇതുപോലെ തന്നെ 4 ഫ്ലോറുകൾ മാത്രമേ ഉള്ളൂ. ദുബായിലെ കറാമയിലാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്. ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്കിനി ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. 3 റൂമുകളുള്ള ഫ്ലാറ്റാണ് കേട്ടോ. ഇതാണ് ഫ്ലാറ്റിൻ്റെ മെയിൻ ഡോറായിട്ട് വരുന്നത്. ഡോറ് തുറന്നാൽ വലതുഭാഗത്തായിട്ട് കാണുന്നത് ഒരു ബാത്റൂമാണ്. അതിന് തൊട്ടടുത്ത്, അതായത് ഡോറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ റൂം. കഴിഞ്ഞ തവണ, അതായത് 2 വർഷം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന 2 ഡോറുകളും ഓരോ റൂമിൻ്റേതാണ്. ഈ 2 റൂമിനും കൂടിയുള്ള കോമൺ ബാത്റൂമിൻ്റെ ഡോറാണ് ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് കാണുന്നത്. ആദ്യം നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഈ 3 റൂമിനും കൂടി കോമൺ ആയിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ ഇത്. 3 ഫാമിലിക്കുള്ള ചെറിയ കിച്ചണാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ വിസിറ്റിന് വരുന്നവർക്കൊന്നും സ്റ്റോറേജ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും നാട്ടിലെ പോലെ നമ്മളുടെ അടുത്ത് അത്രയും പാത്രങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലല്ലോ. ഇവിടെ 3 റൂമിലുള്ള ആളുകൾക്കുമായിട്ട് ഓരോ ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 റൂമിലുള്ളവർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ 3 ഗ്യാസ് സ്റ്റൗ ഉണ്ട്. വാഷിംഗ് മെഷീൻ കോമൺ ആയിട്ടാണ് ഉള്ളത്. അത് കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ 2 റൂമിലുള്ളവർക്കുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അവർക്ക് കട്ടിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ആ ഒരു ഏരിയ ആണിത്. ഈ ഒരു മൈക്രോവേവും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ 2 റൂമിലുള്ളവർക്കുള്ള സ്റ്റൗ ആണ് കേട്ടോ ഈ ഒരു അടുത്തായിട്ട് കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനും ഉള്ളത്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കിച്ചൺ ആണെങ്കിലും ഓരോരുത്തരും എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ എല്ലാ സമയത്തും നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതുവരെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. മൈക്രോവേവിന് തൊട്ടടുത്തുള്ള ആ ഒഴിഞ്ഞ ഏരിയ ആണ് കേട്ടോ എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പാത്രങ്ങളും സ്റ്റാൻഡുകളൊക്കെ അപ്പുറത്തെ മുറിയിലുള്ള ആളുടേതാണ്. തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നത് ഒരു ബാച്ചിലറാണ് കേട്ടോ. മെയിൻ ഡോർ കഴിഞ്ഞ് ആദ്യം കണ്ട റൂമിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു ഫ്രിഡ്ജും ബാത്റൂമും ഈ 2 റൂമുകൾക്കും കൂടി കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ പോയ സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് വേറൊരു ഫ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ ഒറ്റക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഇതാണ് കേട്ടോ കോമൺ ബാത്റൂം. ഇത് വലിയൊരു ബാത്റൂമാണ്. ഈ ഒരു ഫ്ലാറ്റിൽ കിച്ചണും ബാത്റൂമും, അതായത് കോമൺ സ്പേസുകൾ, കോറിഡോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒരാൾ വരാറുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റൂമിലേക്ക് പോകാം. നാട്ടിലേക്ക് വരാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റിലെ 2ാമത്തെ വലിയ റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. ഒരു കട്ടിലും 2 കബോർഡും ഒരു കുഞ്ഞു ടേബിളുമാണ് കേട്ടോ ഈ ഒരു റൂമിലുള്ളത്. ഞങ്ങൾ വന്ന സമയത്ത് കട്ടിൽ സെൻറ്ററിൽ ആ കാർഡ്ബോർഡ് കാണുന്ന സമയത്ത് ഹെഡായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കട്ടിലിൻ്റെ 2 സൈഡിലുമായിട്ടാണ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ ബാക്കിയുള്ള സ്ഥലം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് അന്ന് തന്നെ കട്ടിൽ ഇതുപോലെ തിരിച്ചിട്ടതാണ്. ഈ ഒരു റൂമിന് ടോട്ടൽ 5 ഡോറുകളുള്ള 2 കബോർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ പോയ ഉടനെ തന്നെ നാട്ടിലേക്കുള്ളതൊക്കെ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ വെക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഓപ്പോസിറ്റ് ചുമരിനോട് ചേർന്നാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നിരുന്നത്. കർട്ടൻ്റെ പിറകിലായിട്ട് വരുന്നത് ബാൽക്കണിയാണ്. വലിയ 2 റൂമിനും ബാൽക്കണി ഉണ്ട്.
ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോറിഡോറിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഓരോ റൂമിലും സെപ്പറേറ്റ് ആയിട്ട് ഷൂ റാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്നും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഇവിടെയാണ്. അതുപോലെ തന്നെ 3rd റൂമിലെ ആളുകൾക്ക് ഡ്രസ്സ് ഉണക്കിയിടാനൊക്കെയുള്ള ഒരു സ്പേസ് കൂടിയാണിത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് കേട്ടോ. ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ്, ജ്യൂസ് ഷോപ്പ്, ഗ്രോസറി, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് 2 വലിയ ആര്യവേപ്പിൻ്റെ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.